Hi people, welcome back to David the Little Champ. We are here with an informative video. നമ്മളിപ്പോൾ ഉള്ളത് തോന്നയ്ക്കലാണ്. നമ്മുടെ കേരളത്തിൽ ഒരു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് അകത്തു നിന്ന് മാത്രമല്ല പുറത്തു നിന്നും ചില പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരം ഒരു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് തന്നെ. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, ട്രിവാൻഡ്രം, അമ്യൂസ്മെൻറ്റ് ആർട്ട് സയൻസ് എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഇത് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബയോ 360 ലൈഫ് സയൻസ് പാർക്കിൻ്റെ അകത്താണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. നമ്മുടെ സമൂഹത്തെ ശാസ്ത്രവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഒരു സയൻസ് ഫെസ്റ്റിവലിൻ്റേത്. ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലതരത്തിലുള്ള സയൻസ് എക്സിബിഷനാണ്. ഇന്ത്യയിൽ നിന്ന് പുറത്തു നിന്നും ഇന്ത്യയിലുള്ളയും പ്രഗത്ഭരായ സയൻറ്റിസ്റ്റുകൾ ഇവിടെ വന്ന് സെമിനാർ ചെയ്യുന്നുണ്ട്. ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളുടെ ഇൻഡസ്ട്രിയൽ സ്റ്റോൾസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 15 മുഖ്യമന്ത്രി ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തിയത്. ജനുവരി 20 മുതൽ പൊതുജനങ്ങൾക്കുള്ള പ്രദർശനം ആരംഭിച്ചു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്, അതായത് ഫെബ്രുവരി 1 ഞാൻ പോയത്. നമുക്ക് സയൻസ് റിലേറ്റഡായ കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കാനും മനസ്സിലാക്കാനുമുള്ള പലതരത്തിലുള്ള എക്സിബിഷനും ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ എൻ്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സ്റ്റോളുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പൗലിയനായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. A to S വരെയുള്ള പൗലിയൻസ് ഉണ്ട്. ഓരോ പൗലിയനിലും ഓരോ വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അങ്ങനെ A to S പൗലിയൻസ് വരെ ഇവിടെ ഉണ്ട്. ഓരോ പൗലിയനിലുമുള്ള തീമും അനിമേഷൻ രൂപത്തിലോ പോസ്റ്റർ രൂപത്തിലോ അല്ലെങ്കിൽ വർക്കിംഗ് മോഡലോ ആയിട്ടാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്രത്തോളം റിസോഴ്സ് പേഴ്സൺസ് ഇവിടെ അവൈലബിൾ ആണ്. ആദ്യം തന്നെ നൈറ്റ് സ്കൈയുടെ 720 ഡിസ്പ്ലേ ആണ്. നൈറ്റ് പൊല്യൂഷൻ ഒന്നും തീരെ ഇല്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് രാത്രി ആകാശത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച അങ്ങനെ തന്നെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ഭൂമിയുടെ മറുവശത്ത് കാണുന്ന ആകാശ കാഴ്ചയും നമുക്ക് ഫ്ലോറിന് താഴെയായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിനായിട്ട് ഫ്ലോറ് ഗ്ലാസ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സദേൺ ഹെമിസ്ഫിയറിൽ നിന്നും കാണാൻ കഴിയുന്ന നൈറ്റ് സ്കൈയുടെ ആ ഒരു ദൃശ്യം, അവിടെയാണ് ലാർജ് മാഗ്നിറ്റ്യൂഡ് ക്ലൗഡ്സ് ഒക്കെ ഉള്ളത്. അതൊക്കെ നമുക്ക് നല്ലപോലെ കാണാനായിട്ട് പറ്റും. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ പര്യടനം നടത്തിയ HMS ബീഗിൾ എന്ന പായ്ക്കപ്പലിൻ്റെ ഒരു വലിയ മോഡലും ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ കപ്പലിൽ ഡാർവിൻ നടത്തിയ യാത്രകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം തന്നെ വർക്കിംഗ് മോഡൽ വിത്ത് എക്സ്പ്ലനേഷൻ എന്ന ബേസിൽ കാണാവുന്നതാണ്. ഈ കപ്പലിൻ്റെ മുകൾ തട്ടിൽ പോകുമ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് ഫിഞ്ചസിൻ്റെ ഒരു മോഡലാണ്. ആ ഫിഞ്ചസിൻ്റെ ബീക്കുകളിലുള്ള വ്യത്യാസങ്ങൾ നല്ല വ്യക്തമായിട്ട് തന്നെ വർക്കിംഗ് മോഡലായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓരോ ഐലൻഡ് ഇതെല്ലാം ഒരു ഐലൻഡിൽ നിന്നേ ആയിരുന്നു. പിന്നെ ഈ ഡ്രിഫ്റ്റിംഗ് ഒക്കെ വന്നപ്പോഴത്തേന് പല ഐലൻഡിലോട്ട് മൂവ് ചെയ്തു. അന്നേരം ആ ഐലൻഡുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ബീക്കിലുള്ള മോഡിഫിക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്. മുകൾ ഭാഗം കൂടുതലായിട്ടും ഫോട്ടോ സെക്ഷന് വേണ്ടി ഒഴിച്ചിട്ടേക്കുവാണ്. എക്സിബിഷൻ്റെ മറ്റൊരു അട്രാക്ഷനാണ് വിവിധ തരം ഫോസിൽസ്. ഡീറെക്സ് ഡിനോസറിൻ്റെ സ്കൾട്ടൻ്റെ റിയൽ സൈസ് മോഡൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക അവബോധത്തിനായിട്ട് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസുകളും അതിൻ്റെ ഡീറ്റെയിൽസും അവരൊരു പോസ്റ്റർ രൂപത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കൊച്ചുകുട്ടികൾക്കായാലും ഏതൊക്കെ സ്പീഷീസാണ് ഇനി ഭൂമിയിൽ നിന്ന് മറയാനായിട്ട് പോകുന്നത് എന്നും ഏതൊക്കെ സ്പീഷീസ് മറഞ്ഞു പോയി എന്നുള്ള ഡീറ്റെയിൽസും കുട്ടികൾക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റും. ഏകദേശം 25 ഏക്കറോളമുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ എൻട്രി ഫീ ഒരു ദിവസത്തേക്ക് 250 രൂപയും 2 ദിവസത്തേക്ക് 400 രൂപയുമാണ്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം തികച്ചും സൗജന്യവുമാണ്. അപ്പോൾ ഇത്രയും ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു എക്സിബിഷൻ ആരും മിസ്സാക്കാതെ വന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഈ ഡൈനോസറിൻ്റെ ഫോസിൽ പോലെ തന്നെ വേറെ പല മൃഗങ്ങളുടെയും ഫോസിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാലത്ത് ഭൂമിയുടെ
അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രാണിവർഗത്തിലെ ജീവികൾക്ക് വലിപ്പം സാധാരണയിലും കൂടുതലായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു തുമ്പിയുടെ ഫോസിലാണ് മെഗാനോ ഫോസിൽ ഈ കാണുന്നത്. ഇത്തരത്തിലുള്ള മറ്റ് അനേകം ഫോസിലും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ആനയുടെ രൂപസാദൃശ്യമുള്ള മാമോത്ത് എന്നു പേരുള്ള ജീവിയുടെ കാലിൻ്റെ ഫോസിലിൻ്റെ രൂപമാണ് ഈ കാണുന്നത്. ഈ മാമോത്തിൻ്റെ തുടങ്ങിയുള്ള ഗോറില്ല അങ്ങനെയുള്ള മൃഗങ്ങളുടെ എല്ലാം ആ കാലിൻ്റെ തമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾഡിങ് ടൈപ്പ് തമ്പാണ്. പക്ഷേ മനുഷ്യൻ്റെ തമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഭൂമിയിൽ വെക്കാനേ പറ്റത്തുള്ളൂ. ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദൃശ്യമായിരുന്നു ഈ ഒരു ഫോസിൽ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല മൃഗങ്ങളുടെ സ്കള്ള്, ഹ്യൂമൻ്റെ റെപ്ലിക്ക എല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യരുമായി സാദൃശ്യമുള്ള ആസ്ട്രലോപിഥെക്കസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാൽ എന്നീ സ്പീഷീസിൻ്റെ തലയോട്ടിയും സാമ്പിളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തലയോട്ടിയുടെ സൈസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എത്രത്തോളം ബ്രെയിൻ ക്വാണ്ടിറ്റി ഉണ്ടെന്നും അതുപോലെ തന്നെ IQ ലെവലും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇതിൽ നിയാൻഡർതാൽ സ്പീഷീസ് കുറച്ചു കാലം മനുഷ്യരുടെ ഒപ്പം തന്നെ ജീവിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിയാൻഡർതാൽ സ്പീഷീസിൻ്റെ ജീൻ ഇന്ന് ജീവിക്കുന്ന പല ആളുകളിലും ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പൗലിയനിൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങളും ഓരോ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ്. പിന്നെ മനുഷ്യൻ്റെ ഒരു സ്കെൽറ്റൻ, അതേപോലെ ന്യൂറോ സിസ്റ്റം, അതിൻ്റെയൊക്കെ ഓരോ ആനിമേഷൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ലൈവ് ഓർഗൻസ് ആണ് എന്നാണ് അവർ പറയപ്പെടുന്നത്. അന്നേരം ഈ ഓർഗൻസിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തും തന്നിരുന്നു. ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്നും ആരംഭിച്ച മനുഷ്യവംശത്തിൻ്റെ വിവിധ ദിശയിലുള്ള കുടിയേറ്റത്തെക്കുറിച്ചും വിവിധ ഭൂഖണ്ഡങ്ങളിൽ മനുഷ്യൻ എങ്ങനെ എത്തിയെന്നും കാണിക്കുന്ന ഡീറ്റെയിലായ രേഖാചിത്രങ്ങൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങനെ ഓരോ റൂട്ട് മാപ്സ്, കരയിലുള്ളതും വാട്ടറിലുള്ളതുമായിട്ടുള്ള റൂട്ട് മാപ്സും അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സെക്ഷനിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയതാണ് ഈ ഒരു രൂപം. ഇത് പണ്ട് കാലത്ത് പ്ലേഗ് വന്നപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ചികിത്സിക്കുന്ന ആൾക്കാർ ധരിച്ചിരുന്ന, ഇപ്പോൾ നമുക്ക് കൊറോണ വന്നപ്പോൾ നമ്മൾ മാസ്ക് ധരിച്ചതുപോലെ തന്നെ അന്ന് ആ പ്ലേഗ് വലിയൊരു വ്യാധിയായിരുന്നു. അതിനെ പ്രതിരോധിക്കാനായിട്ട് ഡോക്ടേഴ്സ് യൂസ് ചെയ്തിരുന്ന ആ ഒരു സ്യൂട്ടാണ് ഈ കാണിക്കുന്നത്. ഇതിനകത്ത് ആ ചുണ്ടുപോലെ വന്നിരിക്കുന്നിടത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള എന്താണ് ഇത് ഫുള്ള് എന്നുള്ള ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ വിപുലമായിട്ടുള്ളൊരു ഹെർബേറിയം സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ തന്നെ നമുക്ക് ഓരോ ഡ്രോ തുറക്കുമ്പോഴത്തേനും ഏത് ഹെർബേറിയമാണ് അതിലുണ്ടായിരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് അവിടെ വ്യക്തമായിട്ട് കൊടുക്കുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലും ബ്രെയിൻ ഡെവലപ്മെൻറ്റൽ ഗെയിംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡയറക്റ്റ് പോകുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു സ്റ്റോളിലാണ് അവിടെ അവരുടേതായിട്ടുള്ള ഓരോ ചേംബേഴ്സും അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ വൈറസിൻ്റെ മോഡൽസിനെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ഒരു മോഡൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിപ്പ വൈറസ് അല്ലെ പലതരത്തിലുള്ള വൈറസ് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ എത്തപ്പെടും എന്നുള്ള അതിൻ്റെ ഒരു നല്ലൊരു ആനിമേഷനും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അവർ നൽകിയിരുന്നു. കേരള സ്റ്റേറ്റ് ചൈൽഡ് വെൽഫെയറിൻ്റെ ഒരു സ്റ്റോളിൽ നമുക്ക് കുട്ടികളെ കൂടുതലായിട്ടും ആകർഷിക്കുന്ന പാവകളായിരുന്നു. ഈ പാവകൾ ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ കൾച്ചറിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളതാണെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ ഭംഗിയേറിയതും കുട്ടികളെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുമായിരുന്നു അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അടുത്തായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ISROയുടെ പവലിയനാണ്. ഇവിടെ ISRO സ്റ്റോൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. ISRO ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ റോക്കറ്റ് എഞ്ചിനുകളും ത്രസ്റ്ററുകളുമായിരുന്നു ഇവിടെ എക്സിബിറ്റ് ചെയ്തിരുന്നത്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കൊച്ചു റോക്കറ്റ് ത്രസ്റ്റർ മുതൽ നല്ല വലുപ്പത്തിലുള്ള വലിയ വരെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലുള്ള എഞ്ചിൻ അതേ മോഡൽ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യ ബഹിരാകാശത്തേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനായി ഡിസൈൻ ചെയ്തിരിക്കുന്ന മിഷനാണ് ഗഗൻയാൻ മിഷൻ. അതിൻ്റെ ഒരു ചെറിയ മോഡലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ണിൻ്റെ പ്രവർത്തനം വിശദീകരിച്ചു തരുന്ന ഒരു പവലിയനും ഉണ്ടായിരുന്നു. അവിടെ വ്യത്യസ്ത ജീവികളുടെ കാഴ്ച എങ്ങനെയായിരിക്കുമെന്ന്, അവയ്ക്ക് ഏതൊക്കെ വേവ് ലെങ്തിലെ പ്രകാശമാണ് കാണാൻ കഴിയുക എന്നും വ്യക്തമായി കാണിക്കുന്ന രീതിയിൽ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. തേനീച്ച, പാമ്പ് ഒക്കെ നമ്മളെ എങ്ങനെ കാണുന്നു എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയവങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഡീറ്റെയിലായി കാണിച്ചു തരുന്ന പവലിയനുകളും ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എക്സിബിഷൻ്റെ മറ്റൊരു പ്രധാന അട്രാക്ഷൻ ഡെഫിനറ്റ്ലി മ്യൂസിയം ഓഫ് ദ മൂണാണ്. ചന്ദ്രൻ്റെ എല്ലാ ഉപരിതല ഫീച്ചേഴ്സും കൃത്യമായി കണ്ടുകൊണ്ടുള്ള വലിയൊരു ചന്ദ്രരൂപമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫോൾഡിങ്സും അപ്ഹോൾഡും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അടുത്ത് വന്ന് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. ഞാനും സൂം ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നിയിരുന്നു ഈ ഒരു ഫീച്ചർ. മ്യൂസിയം ഓഫ് മൂൺ പോലെ തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളതായിരുന്നു മാഴ്സിൻ്റെ എക്സിബിഷനും. അതും കുറച്ച് ഡാർക്കർ ആ ഒരു ഫീല് വരാത്തത് കൊണ്ടാണോ എന്തോ, പക്ഷേ എന്നാലും ആ റെഡിഷ് കളറൊക്കെ എന്ന് വെച്ചാൽ ആ ഒരു റൂം സെറ്റ് ചെയ്തതിൻ്റെ ഒരു ഡിഫോൾട്ട് കൊണ്ടാണോ എന്തോ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ലെങ്കിലും ആ ഒരു റെഡിഷ് കളറൊക്കെ നന്നായിട്ട് കാണാനായിട്ടും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും അവിടെ വളരെ പ്രഗത്ഭരായിട്ട് ആൾക്കാർ ഉണ്ടായിരുന്നു. അടുത്ത സെക്ഷൻ ബ്രെയിനിൻ്റെ ന്യൂറോ സയൻസ് സെക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരാനായിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് അവിടെ ഉണ്ടായിരുന്നു. ബ്രെയിനിൻ്റെ 2 ലോബ്സിൻ്റെയും അതുപോലെ തന്നെ ആ സിനാപ്സിസ് ന്യൂറോൺസിൻ്റെയൊക്കെ ആ ഒരു രൂപങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നല്ലൊരു സെക്ഷനായിരുന്നു അത്. നെക്സ്റ്റ് അവിടുത്തെ പ്രധാന ആകർഷണം ഒരു റൂം സെറ്റ് ചെയ്തേക്കുന്നതായിരുന്നു. ഒരു 2 വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് അവൻ്റെ റൂം കാണുന്നത്, ആ ഒരു വലുപ്പത്തിലാണ് ഈ ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. ബെഞ്ചും ഡെസ്കും എല്ലാം ഇത്രയും വലുപ്പത്തിലാണ് 2 വയസ്സുള്ള കുട്ടി കാണുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആകർഷണം എനിക്ക് തോന്നി ഒരു സെല്ല്, അതിനകത്തുള്ള ന്യൂക്ലിയസ്, അതിൽ നിന്നുള്ള DNA എങ്ങനെയാണ് കാണപ്പെടുന്നത്. ഒരു ത്രെഡായിട്ട് വന്ന് ഇത്രയും ലാർജ് മോളിക്യൂൾസ് അതിനകത്തുണ്ട്, ഇത്രയും കമ്പോണൻസ് അതിലുണ്ട് എന്ന് വിവരിക്കുന്ന രീതിയിൽ ഇത് ചെയ്തു വച്ചിരിക്കുന്നത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത്രയും സമയമെടുത്ത് ഇത്രയുമായിട്ട് ഡബിൾ സ്ട്രാൻഡൊക്കെ നല്ല വ്യക്തമായിട്ട് കാണിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തെ വിവരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്നത് ഒരു ടൈം ട്രാവലർ പോലെയാണ്. ഇന്ത്യയിലെ മനുഷ്യരുടെ ചരിത്രത്തെ ഭാഗമായിട്ട് മൊഹൻജൊദാരോ, ഹാരപ്പ സിവിലൈസേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഏരിയയും, അതുപോലെ തന്നെ ആഫ്രിക്കൻ മനുഷ്യരുടെ ചരിത്രവും അമേരിക്കൻ മനുഷ്യരുടെ ചരിത്രവും കാണിക്കുന്നത് എല്ലാം കാലത്തിൻ്റെ റിവേഴ്സ് ഓർഡറായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു എക്സിബിഷനിൽ.
പിന്നെയും കാലത്തിന് പിറകിലോട്ട് പോകുമ്പോൾ മനുഷ്യൻ്റെ പൂർവികർ ആരെല്ലാമെന്നും അവർ ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണെന്നും അവരുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നും സൂചിപ്പിക്കുന്ന ഫോസിൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയത് എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉള്ള പവലിയനും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം. അങ്ങനെ കണ്ടറിയാനായിട്ട് അവിടെ തന്നെ പോയി വിസിറ്റ് ചെയ്ത് നിങ്ങൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവർ ഒരുപാട് നോളജബിളാണ് ഇത് നമുക്ക് പറഞ്ഞു തരാനും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.